ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനോട് ഞാൻ കരുതി വെച്ചൊരു ചോദ്യമുണ്ട്. കാരണം ബി.ജെ.പി അഭിമാനത്തോടെ നിങ്ങളുടെ പാർട്ടി പറഞ്ഞു, ഞങ്ങൾ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 2000 ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എത്ര പേർ ജയിച്ചു? കൃത്യം കണക്കില്ല, എന്നാലും താരതമ്യേന വളരെ കുറവായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക. കണക്ക് കണക്കെടുക്കാൻ എളുപ്പമാണല്ലോ. എൻ്റെ കയ്യിലില്ലാന്നേ പറഞ്ഞതിൻ്റെ അർത്ഥം. എൻ്റെ പഞ്ചായത്തിൽ 6 പേരെ നിർത്തി. ഏത് പഞ്ചായത്തിൽ? ചേരാനല്ലൂർ പഞ്ചായത്ത്, എറണാകുളം ജില്ലയിൽ 6 പേരും ഉഷാറായിട്ട് തോറ്റു. അത് ക്രൈസ്തവ വോട്ടർമാരുള്ള സ്ഥലത്താണ്. ക്രൈസ്തവ വോട്ടർമാർ ഏറ്റവും കൂടിയ സ്ഥലത്താണ് ഈ 6 പേരെ നിർത്തിയത്. മുനമ്പൊക്കെ നടന്ന ജില്ലയിൽ. അതെ. പിന്നെ അത് മാത്രമല്ല, ചെല്ലാനത്ത് ഞങ്ങൾ ഇതുപോലെ തന്നെ, അവിടെ ഞാനാണ് പോയിട്ട് ഈ സ്ഥാനാർത്ഥികളൊക്കെ ഇത് ചെയ്തത്. അവിടെയും അവരെല്ലാവരും തോറ്റു. പക്ഷേ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. സത്യസന്ധമായിട്ട് ഉത്തരം പറയണമല്ലോ. അതല്ലേ എൻ്റെ ചോദ്യത്തിൽ ഒരു കുനിഷ്ടം കൂടെ ഉണ്ട്. അതെ, അതറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ല, നിങ്ങൾ കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ഉണ്ടായിരുന്നു. ഡിസംബർ അതെ, ഞങ്ങൾ ഈ ഇവിടുത്തെ മൈനോറിറ്റികളെ മുഴുവനും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്രയേറെ പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ ഇല്ല. മോദിജി പറയുന്നുണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ്. അപ്പോൾ അതുണ്ട്. ഇതിനകത്തൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്ത്യൻ വോട്ടിൻ്റെ കോൺസെൻട്രേഷൻ വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ പാർട്ടി ഇപ്പോൾ വിശദീകരണം ചോദിക്കാൻ പോവാണ്. അല്ല, അതായിക്കോട്ടെ. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ഈ പ്രദേശങ്ങളിലാണ് ക്രിസ്ത്യൻ കോൺസെൻട്രേഷൻ. അതെ, തീർച്ചയായിട്ടും ഉള്ളത് ക്രൈസ്തവ മണ്ഡലങ്ങളാണെന്ന് പറയാം. ഇപ്പോൾ ഇത് എറണാകുളത്താണെന്നുണ്ടെങ്കിൽ മൊത്തം നമുക്കതിൻ്റെ ഡെമോഗ്രഫി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എറണാകുളത്ത് ക്രിസ്ത്യാനികളല്ലേ കൂടുതൽ ജനസംഖ്യയിൽ? അല്ല, പൊതുവെ ആളുകളുടെ ധാരണ അതല്ല. എറണാകുളത്ത് 45% ഹിന്ദുക്കളുണ്ട്, 38% ക്രിസ്ത്യാനികളും 15% മുസ്ലിങ്ങളുമാണ് എറണാകുളം ജില്ലയിൽ ഉള്ളത്. തൃശ്ശൂർ 58% ഹിന്ദുക്കളും 24% ക്രിസ്ത്യാനികളും 17% മുസ്ലിങ്ങളുമാണ് ഉള്ളത്. 17 ഇല്ലെന്നാണ്, 17 കുറവാണ്. 5 ലക്ഷത്തിൽ ചില്ലാനമാണ് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ്റെ. കോട്ടയത്ത് 49.8% ഹിന്ദുക്കളും, ഏതാണ്ട് 50-നടുത്ത് 43% ക്രിസ്ത്യാനികളും 6% മുസ്ലിങ്ങളുമാണ് ഉള്ളത്. ഇടുക്കി ഇതുപോലെ തന്നെ ഈ 48.8, 43. ഇടുക്കി ഞാൻ പറഞ്ഞു, കോട്ടയവും പറഞ്ഞു. പത്തനംതിട്ടയാണ് ഇനി പറയേണ്ടത്. 56.93% 57% ഹിന്ദുക്കളും. അതെനിക്ക് പുതിയ അറിവ് കേട്ടോ. 38.12% ക്രിസ്ത്യാനികൾ, 4.6% മുസ്ലിങ്ങളാണ്. മുസ്ലിംസ് ഏറ്റവും കുറവുള്ള ഒരു ജില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, ചെറിയ സമുദായം, ഇങ്ങനെ ജൈൻസ് ഉണ്ട്. അതൊക്കെ വേറെ മൈക്രോ മൈനോറിറ്റി, നെഗ്ലിജിബിൾ നമ്പർ എന്ന് വിശേഷിപ്പിക്കാവുന്നവരാണ്. പക്ഷേ ഈ പ്രദേശങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളൊരു കാര്യം, ബി.ജെ.പി ഈ ജില്ലകളിലെല്ലാം സമൃദ്ധമായ രീതിയിൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഫീൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജില്ലകളിലെല്ലാം ക്ലീൻ സ്വീപ്പ് ഉണ്ടായിരിക്കുന്നത് UDF-നാണ്. ഇപ്പോൾ എറണാകുളം എടുക്കാം, ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്നു. എറണാകുളത്ത് ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കല്ല, ബാക്കിയുള്ള ഏജൻസികളും എല്ലാം കണക്ക് കൂട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ ഇതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയെയും വോട്ടുകൾ ഒരുമിച്ചെടുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ വിട്ട്. കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെ വോട്ടെടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും അത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാകില്ല എന്നുള്ളതിനൊരു യുക്തിയുണ്ട്. അതിനുശേഷം എടുത്ത കണക്കനുസരിച്ച് ബ്ലോക്കും ജില്ലയും അങ്ങനെയല്ല, പൊളിറ്റിക്കൽ വോട്ട് പോളറൈസ് ചെയ്ത് വരാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരത് വെച്ചിട്ട് ഒരു കണക്കുണ്ടാക്കി. അസംബ്ലി സെഗ്മെൻറ്റ്സിന് 14 നിയോജക മണ്ഡലങ്ങൾ, അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ്
എറണാകുളം ജില്ലയിലുള്ളത്. ഈ 14 UDFനാണ്. അതിപ്പോൾ പുതിയ കാര്യമല്ലല്ലോ. അല്ലല്ല, പുതിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ LDFന് കുറച്ച് സീറ്റുകൾ LDFന് സീറ്റ് ഉണ്ടായിരുന്നു. BJPയുടെ വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. ഞാൻ അതിനടുത്ത് മത്സരിച്ചിട്ടുള്ള ഒരാളാണ്, അപ്പോൾ എനിക്കറിയാമത്. മുന്നേറ്റം ഉണ്ടായിരുന്നു. BJP ഇങ്ങനെ ഒരു ഫോഴ്സായിട്ട്. അങ്ങനെയാണ് സാർ പറയുന്നത് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകൾ തിരിച്ചുപോയി എന്ന് ഞാൻ പറയുന്നില്ല. എത്ര കിട്ടിയെന്ന് അന്വേഷിക്കേണ്ട. കാരണം ഇപ്രാവശ്യം ഇപ്പോൾ ഇവരുടെ കണക്കനുസരിച്ചിട്ട് 35 ലക്ഷം വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. 35 ലക്ഷത്തിന് വോട്ടിൽ കൂടുതൽ വോട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത്. ഏതാണ്ട് 38-40ൻ്റെ അടുത്ത് വോട്ടുണ്ടായിരുന്നതാണ്. അല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു നാഷണൽ അതും കൂടി വരാം. പക്ഷെ എന്തായാലും ശരിയാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്ന ഈ നിങ്ങളുടെ ചോദ്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ക്രിസ്ത്യൻ ഔട്ട്റീച്ചാണ്. അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രദേശത്ത് BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാകേണ്ടതാണ്. എറണാകുളം ജില്ലയിൽ അത് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല. അപ്പോഴും നിങ്ങൾ വിചാരിക്കും മറ്റു സ്ഥലങ്ങളിലോ കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന്. കോട്ടയത്ത് 9 സീറ്റുണ്ട്. 6 സീറ്റും UDFനാണ്. ബാക്കി 3 LDFനും പോകും. ഇടുക്കി 5 സീറ്റുണ്ട്, 5ഉം UDFനാണ്. പത്തനംതിട്ട 5 സീറ്റുണ്ട്, 5ഉം UDFനാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം നടന്നിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവരുടെ വോട്ട് ബൾക്കായിട്ട് പോയിട്ടുള്ളത് UDFനാണ് എന്നുള്ളതാണ് വസ്തുത. ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതൊരു ട്രെൻഡായിട്ട് വരികയാണെങ്കിൽ അതൊരു ട്രെൻഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം കേരളം UDF വരും. അല്ല, അത് ഒരു ട്രെൻഡ് തന്നെയാണ്. അതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം 6 മാസം ഉണ്ട്, 6 മാസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു 10-75-നും 80-നും ഇടയ്ക്ക് സീറ്റ് സ്വാഭാവികമായിട്ടും കിട്ടാവുന്നത് UDFനാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു 4-5 സീറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ വരുമ്പോൾ 2 സീറ്റുണ്ട് ഞങ്ങൾക്ക് ഈ മൊത്തം വരുന്ന സമയത്ത്. അത് തിരുവനന്തപുരത്താണ്. മറ്റേ നേമവും വട്ടിയൂർക്കാവും ഇവരുടെ കണക്കനുസരിച്ച് തന്നെ ഞങ്ങൾക്കാണ് അവർ തന്നിരിക്കുന്നത്. അവിടെ ഒന്നും നിങ്ങൾ പറയുന്ന ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഇല്ല. നേമത്തുമില്ല, വട്ടിയൂർക്കാവിലും ഇല്ല. ശരിയല്ലേ? ശരിയാണെന്ന് തോന്നുന്നു. കണക്കുകൾ കള്ളം പറയില്ലല്ലോ. അപ്പോൾ പക്ഷെ വേറൊരു കാര്യമുണ്ട് സാർ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടാകണമെങ്കിൽ ക്രിസ്ത്യൻ കോൺസെൻട്രേഷനുള്ള ഈ പ്രദേശത്തായിരുന്നു BJPക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകേണ്ടത്. ഈ പ്രദേശത്ത് BJPക്ക് കാര്യമായ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള വോട്ട് ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ തൃശ്ശൂരെ പരാജയത്തിന് കാരണം എന്താണെന്ന് രാജീവ് ചന്ദ്രശേഖർ വിശദീകരണം ചോദിക്കുന്നു എന്നൊക്കെ ഒരു വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അന്ന് പത്രങ്ങൾ കിട്ടുകയാണ്. അപ്പം ഞാൻ കരുതുന്നത് തൃശ്ശൂർ വലിയ മുന്നേറ്റം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് സ്ഥാനാർത്ഥിയുടെ ഒരു മെച്ചം കൂടെ ഉണ്ട്. അല്ല, സ്ഥാനാർത്ഥി അങ്ങനെ മാത്രം പറഞ്ഞു പോകരുത്. തൃശ്ശൂരത്തെ അവിടുത്തെ വലിയ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന് തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്ന അനീഷ് കുമാറിൻ്റെ പ്രവർത്തനമാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ അനീഷ് മാറിയതിൻ്റെ ദോഷമാണോ ഇപ്പോൾ അവിടെ ഉള്ളത്? അല്ല, അനീഷ് അവിടെ 65,000 വോട്ടുകൾ ചേർത്തു ആ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. നിങ്ങൾ മനസ്സിലാക്കണം, 65,000 വോട്ട് ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ. അതെ, വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. 75,000 ഭൂരിപക്ഷം. 75,000 ഭൂരിപക്ഷം. അതിൽ 65,000 വോട്ട് ഇദ്ദേഹം ചേർത്തിട്ടുണ്ട് അതിനകത്ത്. ഈ 65,000 വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ബൂത്തുകൾ തോറും കയറി ഇറങ്ങി ബൂത്തിൽ ലെവലിൽ നല്ല മികച്ച സംഘാടന മികവോടുകൂടി പ്രവർത്തിച്ച ഒരാളാണ് അനീഷ് കുമാർ. ആ അനീഷ് കുമാറിൻ്റെ പ്രവർത്തനമാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മാധ്യമങ്ങൾ പലപ്പോഴും അതിനെ മാറ്റിവെച്ചിട്ട് മറ്റേ സുരേഷ് ഗോപിയുടെ ഗ്ലാമർ മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ഗ്ലാമറിനൊരു എമൗണ്ട് ഓഫ് ഇതുണ്ട്. ഈ പേഴ്സണൽ ഗ്ലാമർ എന്ത് തന്നെയായാലും കിട്ടാവുന്ന വോട്ടിനൊക്കെ പരിമിതികളുണ്ട് കേരളത്തിൽ. സാക്ഷാൽ VK കൃഷ്ണമേനോൻ, എന്തായാലും VK കൃഷ്ണമേനോൻ്റെ ഗ്ലാമർ എന്നുള്ള ഒരാളും അന്നുണ്ടായിരുന്നില്ല എന്ന് ചരിത്രം നോക്കുന്നവർക്കറിയാമല്ലോ. തിരുവനന്തപുരത്ത് മത്സരിച്ച് തോറ്റുപോയ ആളാണ്.
വി കെ കൃഷ്ണമേനോന് ഗ്ലാമർ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമായി നടത്തിയ ജില്ലയിൽ ഇപ്പോൾ തോറ്റുപോയത്? അല്ല, ഈ പ്രാവശ്യം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ഒരിക്കൽ നടത്തിയെന്ന് വെച്ചിട്ട് കാര്യമല്ല. അല്ല, ഇത് രണ്ട് വോട്ടർ പട്ടിക, രണ്ട് വോട്ടർ പട്ടിക, പാർലമെന്റിന്റെ വോട്ടർ പട്ടിക അല്ല. അപ്പോൾ അന്ന് പാർലമെന്റിൽ വോട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇവിടെ വോട്ട് ഉണ്ടാകണമെന്നില്ല. അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തിയില്ല. അതിൻ്റെ ഒരു ഫോളോ അപ്പ് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സുരേഷ് ഗോപിയെ അവിടെ നിർത്തി മത്സരിപ്പിക്കുന്ന സമയത്ത് പിന്നെ സുരേഷ് ഗോപിക്ക് വേറൊരു ഇതും കൂടി കിട്ടി. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 വട്ടം മോദിജി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തീർച്ചയായിട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സുരേഷ് ഗോപിക്ക് കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയതുകൊണ്ട് മാത്രം ജയിച്ച ഒരു നിയോജക മണ്ഡലം അല്ല തൃശ്ശൂർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ആകെ ക്രിസ്ത്യാനിൽ 24% ഉള്ളൂ. അതെ, ആ 24% കൊണ്ട് വരില്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, എറണാകുളം ജില്ല, ഇതെല്ലാം ജനസംഖ്യാപരമായി ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ടെന്ന് പറഞ്ഞാൽ 3ആയിട്ട് വിഭജിച്ചു പോകും. BJPക്ക് പോകും, കോൺഗ്രസ്സിന് പോകും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോകും. അപ്പോൾ പക്ഷേ കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുള്ള ഒരുപാട് ആളുകൾക്ക് ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എതിരഭിപ്രായമുണ്ട്. പക്ഷേ അവരുടെ വോട്ടുകൾ സ്വാഭാവികമായും BJPക്ക് വീടുന്നതിന് പകരം UDFന് പോയി എന്നൂടെ. അല്ല, അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശബരിമല പ്രശ്നത്തിൻ്റെ പേരിൽ എന്നും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് UDFനാണ്. അതെന്താണ് BJPക്ക് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല? അല്ല, BJPക്ക് അത് വരുന്ന സമയത്ത് എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ ആലപ്പുഴ മത്സരിക്കുന്നത് 251 ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടാണ് ശബരിമലയുടെ പ്രശ്നത്തിൽ. ഇപ്പോഴും ഞാൻ പ്രതിയാണ്. ഒരു കേസ് പോലും ഒരൊറ്റ കോൺഗ്രസ് നേതാവിൻ്റെ പേരിലില്ല. എൻ്റെ പേരിൽ 251 ഉണ്ട്, മറ്റേ സുരേന്ദ്രൻ്റെ പേരിൽ 250 എണ്ണമുണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും പേരിൽ കേസുണ്ട്. പക്ഷേ ഒരൊറ്റ ഈ കോൺഗ്രസ് നേതാവിൻ്റെ പേരിൽ ഒരു കേസുമില്ല. കാരണം കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ശബരിമലക്ക് പോയില്ല. അവർ പത്തനംതിട്ടയിൽ പന്തൽ കെട്ടി അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കേസും വന്നില്ല, അവർ സമരം ചെയ്തു എന്നായി അവരവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പ്രസംഗിക്കും. ശബരിമല അയ്യപ്പൻ കുഴപ്പമൊന്നുമില്ല, നല്ലവനാണെന്ന് പറയും. ശബരിമല അയ്യപ്പൻ നല്ലവനാണെന്ന് മറ്റേ ഇങ്ങേരും പറഞ്ഞു. എന്തായാലും തങ്ങളും കൂടി പറഞ്ഞോടുകൂടി പിന്നെ സൗഹാർദ്ദം, മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിച്ച് അങ്ങോട്ട് പോയി. പക്ഷേ ഇവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് പറഞ്ഞത് സാറിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ് ജയിക്കില്ല, പക്ഷേ ലെഫ്റ്റിനെ തോൽപ്പിച്ചു. അതാണ് BJPയുടെ വിന്നബിലിറ്റിയെക്കുറിച്ചൊരു സംശയം. വിന്നബിലിറ്റിയെക്കുറിച്ച് സംശയം വരുന്നു എന്ന് മാത്രമല്ല, വേറൊരു ശത്രു ഉണ്ട്, അയാളെ തോൽപ്പിക്കുകയും വേണമെന്ന് പറയുമ്പോൾ ഈ വോട്ട് അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെ ഈ വിന്നബിലിറ്റി മാത്രം നോക്കാതെ സ്വന്തം തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ ഉറപ്പിച്ചെടുക്കാനുള്ള ഒരു പണി BJP ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ല, BJPയുടെ ബേസിക് വോട്ടെന്ന് പറഞ്ഞാൽ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മൈനോറിറ്റി വോട്ടല്ല. വെറുതെ ഭംഗി വാക്കിന് വേണ്ടിയിട്ട് മറ്റത് പറയാമെന്നല്ലാണ്ട് വേറൊന്നുമില്ല. BJPയുടെ ബേസിക് വോട്ടെന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടാണ്. ഈ 35 ലക്ഷം വോട്ട് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35,99.99% ഹിന്ദു വോട്ടാണ്. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഹിന്ദു പോപ്പുലേഷന് 40% വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 50% ആകുമ്പോൾ പിക്ചർ മാറും. മൊത്തം ഹിന്ദു വോട്ടിൻ്റെ അതായത് ഇനി കൂടുതൽ BJP പണിയെടുക്കേണ്ടത് ഹിന്ദുക്കൾക്കിടയിൽ തന്നെയാണ്. അല്ല, നമ്മുടെ ഒരു ട്രഡീഷണൽ വോട്ട് അതല്ലേ, അത് നമ്മൾ ഉറപ്പിച്ച് നിർത്തണ്ടേ. അതല്ലാതെ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, BJP എടുത്ത അത്രയും റിസ്ക് ഈ ക്രിസ്ത്യൻ കാര്യത്തിൽ വേറെ ആര് കേരളത്തിൽ എടുത്തിട്ടുണ്ട്? ചില ഹിന്ദുക്കൾക്ക് അതൃപ്തിയുണ്ട്. കണ്ടേക്കാം, സ്വാഭാവികമായിട്ടും കണ്ടേക്കാം, ഞാനതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ ആ റിസ്ക് ചെറുതായിരുന്നു, ഒന്നുമല്ല. കാരണം എന്താണ് അതിൻ്റെ പേര്, ഛത്തീസ്ഗഡിലല്ലേ? ഛത്തീസ്ഗഡിൽ ഈ പ്രശ്നം വന്ന സമയത്ത് BJP എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടിന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായില്ല, അതിന് മുമ്പുണ്ടായിട്ടൊന്നും അല്ല. വേറെ കാര്യമുണ്ട്. അതിന് നേരെ കൗണ്ടർ പറഞ്ഞാൽ BJP ആ സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ അതിഭീകരമായ BJP വിരുദ്ധ പ്രൊപ്പഗാണ്ട ഇതിലും ശക്തമായിട്ട് വരുമായിരുന്നു. അല്ല, BJP വിരുദ്ധ പ്രൊപ്പഗാണ്ട വന്നു കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്നത്? ഇപ്പം എന്നിട്ട് എന്തുണ്ടായി? അനുകൂലം ഉണ്ടായില്ലല്ലോ. പ്രൊപ്പഗാണ്ട ഒന്നും വരാതെ തന്നെ അനുകൂലമായൊരു നിലപാട്. BJPക്ക് മത്സരിക്കാൻ 2000 ക്രൈസ്തവരെ കിട്ടിയത് തന്നെ വലിയ കാര്യമല്ലേ? 2000 ക്രൈസ്തവരെ കിട്ടിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരെ കിട്ടിയിട്ട് ഇപ്പോൾ വേറൊരു ഉദാഹരണം കൂടി പറയാം. ഈ അൽഫോൺസ് കണ്ണന്താനം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിൻ്റെ സഹായം കൊടുത്ത വല്ലാർപാടം പള്ളിയാണ്.
അവിടെ അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പറയുന്നതിലൊന്നും കിട്ടുന്ന വാങ്ങിച്ച് പെട്ടിയിലിടും, വോട്ട് തരത്തില്ല. വോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള സത്യം അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ എന്ന് കരുതി ഇനി കിട്ടില്ല എന്ന് ഞാൻ പറയേയില്ല. കിട്ടാം, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങളെന്നാലും ശരി, ചെറിയ ന്യൂനപക്ഷത്തിനെങ്കിലും ഒരു ദേശീയ ബോധത്തോടെ കാര്യങ്ങളെ കണ്ട് അല്ല അവരെ മാറിയിട്ടുണ്ട്. അല്ല അവരെ ഞാൻ അതുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പവർ അവരുടെ കയ്യിലിരിക്കും. അതിന് അവർക്ക് പവർ കിട്ടണം, അവരതിനു വേണ്ടി നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അതാണ് അവരുടെ സിദ്ധാന്തം. ഇപ്പോൾ ഷാജി പറഞ്ഞില്ലേ, ഞങ്ങൾ അധികാരം വേണമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അത് തന്നെയാണ് ഇവരും പറയണം. അവരങ്ങനെ വെട്ടി തുറന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ, പ്രവൃത്തി കാണിക്കുന്നുണ്ട്. അതെ, പ്രവൃത്തിയിൽ കാണിക്കുക. അത് കാരണം ഇവർ കുറേയും കൂടിയൊക്കെ ഓപ്പണാണ്, മറ്റവർ അത്രയും ഓപ്പൺ അല്ല. ഇത് മനസ്സിലാവാത്തത് കേരളത്തിലെ ഹിന്ദുക്കൾക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഒക്കെ പെട്ട് കിടക്കുന്ന ഹിന്ദുക്കൾക്ക് മാത്രം മനസ്സിലാവാത്ത ഒരു സത്യമാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ നമ്മളോട് പറഞ്ഞത്. അടുത്ത 3 മാസത്തിനുള്ളിൽ അടുത്ത തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോഴെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ചാനൽ തുറന്നിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തണം, ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ ഇന്ത്യ ലൈവിന് ഇത് തുടർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഒരു 10 ലക്ഷത്തിന് മുകളിൽ റിയൽ ടൈം വ്യൂവർഷിപ്പ് നമുക്കുണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ അത്രയും എത്തുന്നില്ല. കാരണം നിങ്ങളിത് കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങളങ്ങ് വിട്ടുപോകുകയാണ്. അതുകൊണ്ട് ഉറപ്പായും ചാനൽ തുറക്കുക, സബ്സ്ക്രൈബ് ബാർ നോക്കുക, അവിടെ ഒന്ന് വിരലമർത്തുക, പിന്നെ ഇടതുവശത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് അമർത്തിയേക്കുക.